ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത്രയും ഭംഗിയോടെ നമ്മൾ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാവേ. ആദ്യമേ നമ്മളൊരു ബക്രമാണ് എടുത്തിരിക്കുന്നത്. 9.5 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 9.5 ഇഞ്ച് നീളവും വീതിയും ഉള്ളത്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരച്ചു കൊടുത്ത് അവിടെ നിന്ന് നമ്മളൊരു 5 ഇഞ്ച് നെക്കിന് വിഡ്ത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്താണ് നമ്മൾ 5 ഇഞ്ച് കൊടുക്കുന്നത്. അതിനുശേഷം നെക്കിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഈ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ചൊരു ബോക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ബോക്സ് ആക്കി എടുത്തതിന് ശേഷം ഈ കോർണറിനെ ഇതുപോലെ നമ്മൾ ചെരിച്ചൊന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ നെക്കിനെ ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി മാറ്റുന്നു. ഇനി ഈ നെക്കിൻ്റെ വരച്ച ആ പോയിന്റിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് 2 പോയിൻ്റ് ഇതുപോലെ മാർക്ക് ചെയ്യുകയാണ്. 2 ഇഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ 2 പോയിൻറ്റും ഇതുപോലെ അവിടെ നിന്ന് ഇതേ ഷേപ്പിൽ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടവും നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടവും ഒരു ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഏറ്റവും ലാസ്റ്റ് വരച്ച് അവിടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. കോർണർ അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ മാറ്റുന്നു. അതിനുശേഷം ഇതുപോലെ ഈ ഭാഗം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമുക്കിപ്പോൾ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ഈ സെൻറ്ററിലുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒറ്റ കട്ടിങ്ങിൽ നിന്ന് നമുക്കിതുപോലെ 2 പീസസ് ആണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ സ്റ്റാർച്ചുള്ള ഭാഗം നന്നായിട്ട് നമ്മളുടെ ക്ലോത്തിലേക്ക് അയൺ ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ സൈഡുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ലഭിക്കുവേ. ഇതിൻ്റെ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണേ. നന്നായിട്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷമേ നമുക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അതുപോലെ ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളിപ്പോൾ അയൺ ചെയ്ത് ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുത്തിരിക്കുകയാണ്. ഇത് നമ്മളുടെ അവനവൻ്റെ അളവിലുള്ള പീസസ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓരോരുത്തരും അവനവൻ്റെ അളവിൽ ചുരിദാർ കട്ട് ചെയ്താൽ മതി. നമ്മൾ ചുരിദാർ കട്ട് ചെയ്യുന്ന ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന അതിൻ്റെയും കറക്റ്റ് സെൻറ്ററാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളിങ്ങനെ സെൻറ്റർ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ സെൻറ്റർ പോയിൻറ്റുകളെ തമ്മിൽ ഒരുപോലെ വെക്കുന്നു. എന്നിട്ട് നന്നായിട്ട് നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മളുടെ ആ ബക്രത്തിൻ്റെ ഇൻ്റർഫേസിങ്ങിൻ്റെ സൈഡിലൂടെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ ഒരു തയ്യൽ തുമ്പ് അല്പം ഇട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുള്ളവർ സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നമ്മളിപ്പോൾ നെക്കിൻ്റെ ഭാഗങ്ങൾ കോർണറുകളെല്ലാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി സ്മോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇതിനെ ഇങ്ങനെ നമ്മൾ തിരിച്ച് വെച്ച് ഇതിൻ്റെ മുകളിൽ കൂടി നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ഭാഗം ചെയ്തെടുക്കാൻ സാധിച്ചേ. അതിനുശേഷം ഇതിനെ നമ്മളിങ്ങനെ അകത്തേക്ക് വെച്ച് കൊടുക്കുക. നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ പ്രോപ്പറായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് അയൺ ചെയ്തെടുക്കണേ. ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ 2 പീസസ് എടുത്തിരിക്കുകയാണ്. അതിന് വിഡ്ത്ത് നമ്മളൊരു 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. നീളം നമുക്ക് ലെങ്ത് നമുക്ക് ആവശ്യത്തിന് എടുക്കാവേ. എന്നിട്ട് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് 2 സൈഡും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് 2 സൈഡും അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ അതിനുശേഷം ഇതിനെ അകത്തേക്ക് വെച്ച് ഇതുപോലെ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ കോൺട്രാസ്റ്റ് കളറാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിനെ നന്നായിട്ട് അയൺ ചെയ്ത് ഇതുപോലെ നീറ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനെ 4 ഇഞ്ച് ലെങ്തിൽ ഇങ്ങനെ പീസസ് ആക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഇതുപോലെ നമ്മൾ കുറേ പീസസ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ ആദ്യമേ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ട് നമ്മൾ അടുത്തടുത്ത് ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് ആ ചെരിവ് വരുന്നിടത്ത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അകത്തേക്ക് വെച്ച് കൊടുത്ത്
എന്നിട്ട് ബാക്കി പീസസ് എല്ലാം നമ്മളിങ്ങനെ ഒന്നിടവിട്ട് കളറുകളെ ചേഞ്ച് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റാക്കി ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ബാലൻസ് നിൽക്കുന്നത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ച് നല്ല വശം ഇങ്ങനെ വെക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ സൈഡ് വഴി നമ്മൾ ആദ്യമേ ആ വെച്ച് കൊടുത്തിരിക്കുന്ന താഴത്തെ പീസസിൻ്റെ വിഡ്ത്ത് വഴി ഇതുപോലെ നല്ല പ്രോപ്പറായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ബാലൻസ് നിൽക്കുന്നതിനെ നമ്മളിതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ആക്കുക. അതിനുശേഷം ഒരു സൂചിയും നൂലും ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പ് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടേക്ക് ഒരു ബീഡ്സ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കുക. ഇങ്ങനെ ഓരോ പീസസ് നമ്മൾ ഇതുപോലെ ഇതേ രീതിയിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളിപ്പോൾ ഈ ഓൾ പീസസ് ഇതുപോലെ ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മളൊരു ക്രോസ് കട്ടാണ് എടുത്തിരിക്കുന്നത്. ക്രോസ് കട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനൊരു 2.5-3 ഇഞ്ചോളം നമ്മൾ വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. 3 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. നെക്കിൻ്റെ ഈ ഭാഗം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരു പൈപ്പിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ഷേപ്പിൽ പൈപ്പിംഗ് പോലെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നമ്മളുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ സ്ലോയിൽ വേണം ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ നീറ്റായിട്ട് നമ്മൾ ഒരേ വിഡ്ത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ, കിട്ടും. അതിനുശേഷം നമ്മൾ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്, ക്രോസ് കട്ടല്ല. അതിനുശേഷം അതിനെ രണ്ടായിട്ട് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തെയും വിഡ്ത്ത് ഒരുപോലെ ആയിരിക്കണേ. നമ്മൾ ഈ ഒരു സ്ട്രിപ്പിന് എത്രമാത്രം ലെങ്ത് കൊടുക്കുന്നോ അത്രയും ലെങ്തിന് ഒരേ വിഡ്ത്ത് വരാനായിട്ട് ശ്രദ്ധിക്കണേ. ഇതേ സെയിം വിഡ്ത്തിൽ നമ്മൾ വേറൊരു കളറിൽ നമ്മൾ ആദ്യമേ കൊടുത്തിരിക്കുന്ന ആ സെയിം കളറിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ക്രോസ് വെച്ച് പിന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിൻ്റെ ഒരു സൈഡ് ഇങ്ങോട്ട് മറിച്ചെടുക്കുക. എന്നിട്ട് അടുത്തത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത പീസസിനെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നടുക്ക് വഴി സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇതിനെ നമ്മൾ പിന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ നല്ല നീറ്റായിട്ട് നമുക്ക് വേണ്ട ലെങ്തിൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുവേ. ഇതുപോലെ പിന്നിയെടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കിട്ടുവേ. ഇനി നമ്മളുടെ നെക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായിട്ട് ഒരു ചുളുക്കമൊന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഭാഗങ്ങൾ അറ്റാച്ച് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കണേ. കോർണറൊക്കെ ഇങ്ങനെ നമ്മൾ നല്ല ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ആ പിന്നിയതിൻ്റെ അവിടെ എടുത്ത് ഇവിടേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല വശം വരുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നെക്ക് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുക. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.